ഹലോ. അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രഗ്നൻസി ലാസ്റ്റ് മന്ത് സ്കാനിങ് റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മന്ത് സ്കാനിങ് റിപ്പോർട്ട് ചെയ്യുന്നത് ബേബിയുടെ പൊസിഷനും അതുപോലെ തന്നെ വെയിറ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ എന്നാണ് എനിക്ക് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, അഡ്മിഷൻ എന്നാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലും എന്നെയും ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് റിപ്പോർട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട്. അപ്പോൾ എൻ്റെ സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർച്ച് 10-നായിരുന്നു കേട്ടോ. മാർച്ച് 10-നായിരുന്നു എൻ്റെ ലാസ്റ്റത്തെ സ്കാനിങ്. അപ്പോൾ അന്ന് എനിക്ക് 36 വീക്കായിരുന്നു കേട്ടോ. 36-ാമത്തെ ആഴ്ചയിലാണ് എൻ്റെ ലാസ്റ്റത്തെ സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം വരുന്നത് ബേബിയുടെ പൊസിഷനാണ്. പൊസിഷൻ സെഫാലിക് പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ബേബി ഹെഡ് ഡൗൺ ആയിട്ടുണ്ട്. സ്കാൻ ചെയ്തപ്പോൾ ബേബിയുടെ വെയിറ്റ് വന്നിരിക്കുന്നത് 2700 കേട്ടോ. പിന്നെ മെയിനായിട്ട് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അമ്നോട്ടിക് ഫ്ലൂയിഡിൻ്റെ വാല്യൂ ആണ് കേട്ടോ. അതും കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഡ് എന്തെങ്കിലും ബേബിയുടെ ചുറ്റും വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കാനിങ്. അപ്പോൾ എൻ്റെ ഫ്ലൂയിഡ് കുഴപ്പമില്ല, അത്യാവശ്യം ഫ്ലൂയിഡ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോഡൊന്നും ചുറ്റിയിട്ടില്ല. ബേബിയുടെ കഴുത്തിനോ അല്ലെങ്കിൽ വേറെ ചുറ്റുമൊന്നും കോഡൊന്നും ചുറ്റിയിട്ടില്ല. പിന്നെ അടുത്തായിട്ട് ബേബിയുടെ ഹാർട്ട് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാസൻ്റയുടെ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കാനിങ്ങിൽ കൊടുത്തിട്ടുള്ളത് ബയോമെട്രിക് മെഷർമെൻ്റ് ആണ് കേട്ടോ. ബയോമെട്രിക് എന്ന് പറയുമ്പോൾ നമ്മുടെ തലയുടെ അളവ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ബേബിയുടെ ഏജ് ഇപ്പം എത്രയുണ്ട്, 36 ആഴ്ച, അങ്ങനെയുള്ള കുറച്ച് ബയോമെട്രിക് മെഷർമെൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ബേബി ഹെഡ് ഡൗൺ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഡ്യൂ ഡേറ്റിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഏപ്രിൽ 11 ഏപ്രിൽ 11 സ്കാനിങ് റിപ്പോർട്ട് പ്രകാരം എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ മാർച്ച് 27 ചെക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്കപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏപ്രിൽ 3 വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നേരത്തെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലണം. അത് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏപ്രിൽ 3 വന്നിട്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ 1 എന്നാണ് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റണമെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ മാറുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ 1-2 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ അതോ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനൊരു 7 മാസം വരെ ഇവിടെ കോതമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കണ്ടുകൊണ്ടിരുന്നത്. 7 മാസം കഴിഞ്ഞു കേട്ടോ. കഴിയുന്നത് വരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററൊക്കെ പുതുക്കി പണിയുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേറെ ഹോസ്പിറ്റലിലോട്ട് വിടുമല്ലോ, ഗവൺമെൻറ്റിൻ്റെ തന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് വിടും. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയ്ക്കോ അതൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് തന്നെ മാറിയത്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാനായിട്ട്. ഏപ്രിൽ 11 ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത്. പക്ഷേ ഏപ്രിൽ 3 എന്ന് അഡ്മിറ്റ് ആവുകയാണ് ഞാൻ. അപ്പോൾ ഇനിയുള്ള വീഡിയോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ സമയം കിട്ടുന്നത് പോലെയൊക്കെ ഹോസ്പിറ്റലിലെയും പിന്നെ ഭാവിയുണ്ടായി കഴിയുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. പെട്ടെന്ന് എങ്ങാനൊരു ബുദ്ധിമുട്ട് വന്നിട്ട് അഡ്മിഷൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എങ്ങനെയാണ് ഇടാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ പോലും എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. കേസ് ഇനിയിപ്പോൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് നോർമൽ ആവാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവണം, എൻ്റെയും ബാബയുടെയും കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ട് പറയാനായിട്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം കേട്ടോ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടി ഉണ്ടാവണം. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരെ